വർദ്ധിച്ചു വരുന്ന തൊഴിൽ തട്ടിപ്പിനെയും മനുഷ്യക്കടത്തിനെയും തുടർന്ന് ഇന്ത്യക്കാർക്കുള്ള വിസരഹിത യാത്ര നിർത്തലാക്കി ഇറാൻ ഭരണകൂടം. വരുന്ന നവംബർ 22 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇറാനിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. വിനോദസഞ്ചാരം വളർത്തുന്നതിന്റെ ഭാഗമായി 2024 ഫെബ്രുവരിയിലാണ് ഇറാൻ ഇന്ത്യക്കാർക്ക് വിസ ഇളവ് ഏർപ്പെടുത്തിയത്. ഓരോ 6 മാസം കൂടുമ്പോഴും 15 ദിവസത്തേക്ക് വിസരഹിത സൗകര്യം ഉപയോഗിക്കാമായിരുന്നു. യൂറോപ്പിലേക്കോ മധ്യ ഏഷ്യയിലേക്കോ പോകുന്ന ബഡ്ജറ്റ് യാത്രക്കാർക്ക് ഇറാൻ ഒരു പ്രധാന ട്രാൻസിറ്റ് ഹബ് കൂടിയായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ സൗകര്യം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഇറാന്റെ പുതിയ നടപടി. വിസ ഇളവ് വന്നതിന് ശേഷം ഇന്ത്യക്കാരുടെ പേരിൽ തൊഴിൽ തട്ടിപ്പുകളും മറ്റ് രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കടത്തിവിടാമെന്ന് ഉറപ്പു നൽകിയുള്ള തട്ടിക്കൊണ്ടുപോകലുകളും വ്യാപകമായിരുന്നു. ഈ ഗുരുതര സാഹചര്യം കണക്കിലെടുത്താണ് ടെഹ്റാൻ ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. ഈ വർഷം നവംബർ മുതൽ ഇറാനിലേക്ക് വരുന്നവർക്ക് ഇനി സാധാരണ വിസ നിർബന്ധമാണ്. തൊഴിൽ വാഗ്ദാനം നൽകിയും മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് ഉറപ്പു നൽകിയും ഇന്ത്യൻ പൗരന്മാരെ ഇറാനിലേക്ക് ആകർഷിക്കുന്ന നിരവധി തട്ടിപ്പ് സംഭവങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിസ ഇളവ് മുതലെടുത്ത് വ്യക്തികളെ കബളിപ്പിച്ച് ഇറാനിൽ എത്തിക്കുകയും അവരിൽ പലരെയും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഉദാഹരണത്തിന് ഈ വർഷം മെയ്യിൽ അനധികൃതമായി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ശ്രമിച്ച 3 പഞ്ചാബി യുവാക്കളെ ഇറാനിൽ വെച്ച് തട്ടിക്കൊണ്ടുപോവുകയും മോചനദ്രവ്യമായി 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്നാണ് അവരെ പിന്നീട് രക്ഷപ്പെടുത്തിയത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന പൗരന്മാർ യാത്രാ ഏജൻസികളെ സമീപിക്കുമ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യക്കാർ ഇനി മുൻകൂട്ടി ഇറാനിയൻ വിസയ്ക്ക് അപേക്ഷിക്കുകയും വിമാനത്തിൽ കയറുന്നതിന് മുൻപ് വിസ കൈവശം വെക്കുകയും വേണം. കൂടാതെ രാജ്യത്തേക്ക് യാത്ര ചെയ്യാത്ത മറിച്ച് മധ്യ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലൂടെ ട്രാൻസിറ്റ് റൂട്ടായി ഉപയോഗിക്കുന്ന യാത്രക്കാരും സാധുവായ ഇറാനിയൻ വിസ നേടേണ്ടതുണ്ട്. തങ്ങളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ വിസ സ്റ്റാറ്റസ് പരിശോധിക്കാനും എല്ലാ എയർലൈൻസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഏറ്റവും പുതിയ തീരുമാനം രാജ്യത്തിന്റെ യാത്രാ നയങ്ങളിൽ ഒരു പ്രധാന മാറ്റത്തിന് കാരണമാകും.